കഞ്ഞിയും കുടിച്ച് ഞാൻ ഈ വീടത്തിൽ ഇരിക്കുവാൻ തെല്ലോളം കൊതിച്ചവനല്ല വല്ല കഞ്ഞിയും കഴിച്ച് ഞാൻ മരിച്ചാളും മലർമുല്ലേ അല്ലാതെ വഴിയൊന്നുമില്ല. കഞ്ഞിയും കുടിച്ച് ഞാൻ ഈ വീടത്തിൽ ഇരിക്കുവാൻ തെല്ലോളം കൊതിച്ചവനല്ല വല്ല നഞ്ഞിയും കഴിച്ച് ഞാൻ മരിച്ചാളും മലർമുല്ലേ അല്ലാതെ വഴിയൊന്നുമില്ല. ഞാൻ അപ്പന്റെ പൊടിയേരിന്റെ കഞ്ഞൊന്നും കുടിച്ചു ഇരിക്കൂല. ഞാൻ പറയണമായി കേട്ടിട്ടില്ലെങ്കിൽ മല്ല മൂട്ടപ്പടിയും ഭാഗത്തുനിന്ന് ഞാൻ ചാവും ഹിമാറയുന്നു. മൂട്ടപ്പടി വേറൊന്നും അവിടെ കിട്ടാനില്ല, നാട്ടുംപുറാണ്. മനസ്സിലായി? അതില് കുഞ്ഞാമിത്താത്താക്ക് ആകെ ബേജാറായി. ഓള് പറഞ്ഞു നോക്കിന്ന് നിങ്ങൾ അങ്ങനെ മരിച്ചു പോകരുത്. ഞാൻ വെറുതെ തമാസക്ക് പറഞ്ഞതാണ്. നിങ്ങൾ മരിച്ചു പോയാൽ വേറൊന്ന് കിട്ടുവോളത്തിന് എനിക്ക് വലിയ അടങ്ങാറാണ്. അപ്പൊ ഈ ഭർത്താക്കന്മാർക്ക് തൽക്കാല ആവശ്യത്തിനാ. അള്ളാന്റെ ദുനിയാവിൽ ഒന്നും ശാശ്വതായിട്ടില്ല എന്നുള്ള ഈ പഠിച്ചിട്ടില്ലേ? അത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭർത്താക്കന്മാരെ പറ്റി അങ്ങനെ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ. മുത്തിയാർക്കാവുന്ന ഒരു പ്രശ്നമല്ല. പോക്കരക്ക കല്യാണം ചെയ്യുന്നതിന് മുമ്പ് 13 ആള് മുത്തിയാരെ കെട്ടിയിരുന്നു. അപ്പോ സംഗതി ഇപ്പഞ്ഞ് വയസ്സായതുകൊണ്ട് ലേശം പണ്ടത്തെ മാതിരി തന്നെ മാർക്കറ്റ് ഉണ്ടാവൂല എന്നുള്ള നിലക്ക് മുത്തിയാർക്ക് ഒരു കുറഞ്ഞൊരു ബേജാറ് മനസ്സിൽ. അപ്പൊ ഇജ് മരിച്ചോടത്തൊന്നും പോയല്ലോ. ഈ ഭർത്താക്കന്മാരെ സംഗതി ഒന്നും എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല എന്ന് തോന്നി. മരിച്ചോടത്തൊക്കെ ഞാൻ പോലുണ്ട്. വെറും ഗാനമേളയും കഥാപ്രസംഗമായിട്ട് നടന്നാ പോരാ, മരിച്ചോടത്തൊക്കെ കൂടണം. മരിച്ചോടത്ത് കൂടിയാ ഞാൻ ഈ പറഞ്ഞ സംഗതി പെട്ടെന്ന് പിടുത്തം കിട്ടും. എങ്ങനെ? നല്ല സ്നേഹമുള്ള ഭാര്യമാരൊക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാരെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കട്ടിൽ വെച്ച് 4 ആള് 4 ഭാഗത്തു നിന്ന് വിസ്മീൻ ചൊല്ലി പിടിച്ച് മേപ്പെട്ട് ഇങ്ങോട്ട് പൊന്തിച്ചിനോട് കൂടി ഔത്തുനിന്ന് കേൾക്കാം പറോക്ക് ഓട്ടമ്പനിന്ന് ശയറം വയങ്ങണ ഒച്ച. എനിക്കാരാണ് എന്റെ അർത്ഥം ഈ പഹൻ ഏതായാലും കാലിയായി. ഇപ്പൊ ഈ കൂടിയ കൂട്ടത്തില് എനിക്കാരാണ് ചോദിക്കണ. മനസ്സിലായി? അത് തിരിയണോന് തിരിയും, തിരിയാത്തോ നട്ടം തിരി. മനസ്സിലായി? അപ്പൊ തൽക്കാലം യാപ്പള മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് കുഞ്ഞാമിത്താത്താന്റെ ചോദ്യം. അതില് കുഞ്ഞിപ്പോക്കിരാക്കാക്ക് മനസ്സിലായില്ല, ഞാൻ പിടിച്ചോടുത്ത് ഈ പാഹിനെ കിട്ടും. അതിലാണ് കുഞ്ഞിപ്പോക്കിരാക്ക പറഞ്ഞത്. എന്താണ്? അല്ലെങ്കിൽ കരളെ നിൻ സ്വർണ്ണാഭരണം തന്നാളാം, വല്ലാതെ വാഴുകാതെ തന്നെ ഞാനത് തന്നോളാം. അല്ലെങ്കിൽ കരളെ നിൻ സ്വർണ്ണാഭരണം തന്നാളാം, വല്ലാതെ വാഴുകാതെ തന്നെ ഞാനത് തന്നോളാം. തെല്ലോളം ദയാതോ നീ രണ്ടാലൊന്ന് പറഞ്ഞാളാ, തെറ്റായ വഴിക്കല്ല എന്നും പൂവി അറിഞ്ഞാളാ. കഞ്ഞിയും കുടിച്ച് ഞാൻ ഈ വീടത്തിൽ ഇരിക്കുവാൻ തെല്ലോളം ബോധിച്ചവനല്ല വല്ല നഞ്ഞിയും കഴിച്ച് ഞാൻ മരിച്ചാടും മലർമുല്ലേ അല്ലാതെ വഴിയൊന്നുമില്ല. കഞ്ഞിയും കുടിച്ച് ഞാൻ ഈ വീടത്തിൽ ഇരിക്കുവാൻ തെല്ലോളം ബോധിച്ചവനല്ല വല്ല നഞ്ഞിയും കഴിച്ച് ഞാൻ മരിച്ചാലും മലർമുല്ലേ അല്ലാതെ വഴിയൊന്നുമില്ല. ഞാൻ അങ്ങനെ മരിച്ചു പോവാതിരിക്കണമെങ്കിൽ ഈ എന്റെ ആ കാതില്ല ചുറ്റും അതിന്റെ ആ ചിറ്റോട് കൗത്തിലുള്ള ആ സ്വർണത്തിന്റെ മാലി കൈമുള്ള ആ സ്വർണത്തിന്റെ വളി അരിയിലുള്ള ആ അരഞ്ഞാളൊക്കെ ഒന്ന് അയച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒരുക്കി തൂക്കി ശരിപ്പെടുത്തി നോക്കട്ടെ. അബുദാബി പോകാൻ പൈസ തികയോന്ന് നമ്മക്കും വേണല്ലോ ഒന്ന് അറിയാം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞാമിത്താത്താക്കും ഒരു തോന്നല്. അല്ല, കാര്യം നമ്മളെ വിയാപ്പിള ഒരു അരച്ചൂടനാണെങ്കിലും കൂടി
ഇപ്പൊ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. അഥവാ മൂപ്പര് അബുദാബി പോയി സമ്പാദിച്ച് മടങ്ങി വരികയാണെങ്കിൽ എനിക്ക് കൊടുത്ത വലിയൊരു പ്രമാണിച്ചൊക്കെ ആകാം. ഇവിടെയുള്ള അബുദാബിക്കാരെ പെണ്ണുങ്ങളെ മാതിരി തല ഉൽക്കിയിട്ട് എനിക്കും വർത്താനം പറയാ. അബുദാബിക്കാരെ പെണ്ണുങ്ങളൊക്കെ എന്തിനാ തല ഉൽക്കണ് സംസാരിക്കുമ്പോ? ചേടാ, ഞങ്ങളെ ഭാഗത്തൊക്കെ അങ്ങനെയാണ്. ഈ അബുദാബിക്കാരെ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോ തലക്ക് ഒരാട്ടാണ് ഈ പെരമ്പറയങ്കാളിനെ കളിപ്പിക്കണ മാതിരി. എന്ത് ഹദീസ് വന്നോന്നല്ല ഈ ചോദിക്കണേ, ചോറ് വന്നോന്ന് വിളിച്ചു ചോദിക്കാണ് അങ്ങേ വീട്ടിക്ക്. തല ആട്ടണീന്റെ സംഗതി എന്താന്ന് എനിക്കറിയാം. ഇല്ല. ഓല മുടിന്റെ മറവിൽപ്പെട്ട കാതിലുള്ള മാറ്റി കീറ്റിയൊക്കെ മറഞ്ഞു കിടക്കണുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് 4 ആള് കാണട്ടെ, ഞാനൊരു ഇല്ലീക്കൂട്ടാണെന്ന് മനസ്സിലാകട്ടെ എന്നുള്ള നിലക്ക് മനസ്സിലായി. ഇപ്പൊ ഈ ആണുങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകണവും പെണ്ണുങ്ങൾക്ക് ഉണ്ടാകണവും മാറ്റുണ്ട്. ആണുങ്ങൾക്ക് എത്ര വലിയ പൈസക്കാരനാണെങ്കിലും കയ്യും ഒരു വാച്ച്, ഒരു ഷർട്ട്, ഒരു പാന്റ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് പെണ്ണുങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് വേറെ അറിയാം. കയ്യിന്റെ എവിടെ നിന്നിട്ട് പഴയ കാലത്ത് ഈ മുളന്റെ പുട്ടും കുറ്റി ഉണ്ടായിരുന്നല്ലോ, അതിന് കയറ് ഈറ്റമാതിരി വള മുട്ടോളം, പിന്നെ കൗത്തിലൊരു 4 എണ്ണം, കാതിലൊരു 6 എണ്ണം, പിന്നെ പോരെങ്കിൽ തലയിൽ കൂടി ഇതിലങ്ങനെ ഒരു സാധനം വേറെ. മനസ്സിലായ? അപ്പൊ അങ്ങനെ ഉള്ളോടത്തുള്ള പെണ്ണാണെന്ന് വേഗം മനസ്സിലാക്കാം. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെയുള്ള അബുദാബിക്കാരെ പെണ്ണുങ്ങളൊക്കെ മാതിരി തല ഉലുക്കി എനിക്കും സംസാരിക്കാം. അകത്ത് തന്നെ 2 പോകാനുള്ള സൗകര്യമൊക്കെ എനിക്കും ഉണ്ടാക്കാം. അകത്ത് തന്നെ 2 പോകാന്ന് പറഞ്ഞാൽ ബാത്ത് അറ്റാച്ച്ഡ്, ഉള്ളിൽ തന്നെ ഉണ്ടാവും 2നും 1നും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം. പിന്നെ കിടന്നിട്ട് ഒരു ചാട്ടം ചാടിയാല് 64 ചാട്ടം ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ ചാടുന്ന ആ സ്പ്രിംഗ് ആക്ഷൻ ഉള്ള കുഷിന്റെ മെത്തിയിലൊക്കെ എനിക്കും കിടന്നൊന്ന് ഉറങ്ങാം എന്നുള്ള ആ തോന്നലിൽ കുഞ്ഞിപ്പോക്കരാക്കാന്റെ ഭാര്യ, അതായത് നമ്മളെ കുഞ്ഞാമി താത്ത, അബുദാബി പോകേണ്ട ആവശ്യത്തിലേക്ക് ആഭരണങ്ങളെ കഴിച്ച് ഭർത്താവിന് വിൽക്കാൻ കൊടുക്കുക. പുതുമാരൻ പറഞ്ഞുള്ള മൊഴി കേട്ട് പ്രിയത്തോടെ മണവിയും പറഞ്ഞങ്ങോട്ട്, നിങ്ങൾ കരുതിയ കൊതി പോലെ നടക്കും മട്ട്. പുതുമാരൻ പറഞ്ഞുള്ള മൊഴി കേട്ട് പ്രിയത്തോടെ മണവിയും പറഞ്ഞങ്ങോട്ട്, നിങ്ങൾ കരുതിയ കൊതി പോലെ നടക്കും മട്ടേ. കൊണ്ട് തീർത്ത പവറുള്ള ആഭരണങ്ങൾ 11 കരുതാതെ കൊടുത്തു പെണ്ണേ. പവനാറ് കൊണ്ട് തീർത്ത പവറുള്ള ആഭരണങ്ങൾ 11 കരുതാതെ കൊടുത്തു പെണ്ണേ. വീണ്ടും പണം തികയാതെ കൊഞ്ചം കുറവ് വന്നേ. പുതുമാരൻ പറഞ്ഞുള്ള മൊഴി കേട്ട് പ്രിയത്തോടെ മണവിയും പറഞ്ഞങ്ങോട്ട്, നിങ്ങൾ കരുതിയ കൊതി പോലെ നടക്കും മട്ടേ. നിങ്ങളിപ്പോ ഈ വയസ്സ് കാലത്തൊന്ന് ദുബായി പോവാൻ വിചാരിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് എന്റെ പണ്ടൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാമിത്താത്ത എല്ലാ ആഭരണങ്ങളും അബുദാബിയിൽ പോകേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടി ഭർത്താവിന് വിൽക്കാൻ കൊടുക്കുക.
ഭർത്താവ് ആഭരണങ്ങളൊക്കെ ഉരുക്കി തൂക്കി വിറ്റ് നോക്കുമ്പോൾ അന്ന് സ്വർണത്തിന് വളരെ വില കുറവായതിന്റെ പേരിൽ അബുദാബിയിൽ പോകാൻ പണം തികയാതെ വന്നു. കുഞ്ഞിപ്പോക്കിരാക്ക വീട്ടിലേക്ക് തിരിച്ചു വന്ന് അടുക്കളയില്, ആലത്തോത്തില്, കോഴിക്കൂട്ടില്, ആട്ടുംകൂട്ടിലും ഒക്കെ ഒരു നോട്ടം. എന്താ അവിടെ അടിച്ചു തരാൻ വല്ലതും ഉണ്ടോ? എടാ, കുഞ്ഞാമിത്താത്ത അവിടെ ഉണ്ടാകുമ്പോ കുഞ്ഞിപ്പോക്കിരാക്ക അടിച്ചു വരേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെന്താ അവിടെ നോക്കണ്? ഇനി NOCക്ക് വേണ്ടി പിടിച്ച് വീട്ടിൽ വിൽക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണ് നാം മൂപ്പര് അവിടെ നോക്കണത്. കുഞ്ഞിപ്പോക്കിരാക്ക അവിടെ എന്തൊക്കെയാണ് കണ്ടത്? എന്തൊക്കെയാ കണ്ട്? ഉരുളിയും ചെമ്പും മൂളി, ഒരു ജോഡി കൊമ്പൻ മൂരി, കറവുള്ളൊരാടും മാട്ടിൻ കുട്ടിയും കൂടി. ഉരുളിയും ചെമ്പും മൂളി, ഒരു ജോഡി കൊമ്പൻ മൂരി, കറവുള്ളൊരാടും മാട്ടിൻ കുട്ടിയും കൂടി. വീണ്ടും കരുത്തുള്ളൊരാറ് പൂവൻ കോഴിയും കൂടി. നമ്മളെ കുഞ്ഞാമിത്താത്താന്റെ വാപ്പ ഒരു വൈദ്യര്. ആ, വൈദ്യരല്ലേ? എടാ, വൈദ്യരും വൈദ്യരും രണ്ടാണ്. അതെനിക്ക് ഈ കാലം വരെ മനസ്സിലായിട്ടില്ലേ? എനിക്കറിയില്ല. എന്നാ വൈദ്യരും വൈദ്യരും രണ്ടാന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഈ വൈദ്യരാരാണ്? വൈദ്യര് എന്ന് പറഞ്ഞാൽ ആയുർവേദ കോളേജുകളിലൊക്കെ പഠിച്ച് പാസ്സായ ആളുകളെയാണ് വൈദ്യന്മാരെന്ന് പറയുന്നത്. വൈദ്യ ശിരോമണികൾ എന്നാ പറയാ. അപ്പൊ പിന്നെ വൈദ്യര് എന്ന് പറഞ്ഞാല് വല്ല നാട്ടും പുറത്തും ചെന്ന് ചെറിയ ഒരു പീടിയ മുറിയൊക്കെ വാടകയ്ക്ക് എടുത്ത് അതിലൊരു 10-36 കള്ളിലുള്ള ഒരു മരുന്നിന്റെ മഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അതില് കുറെ അപ്പ, കുറുന്തോട്ടി, ദേവതാരം, നന്നാരി, മുത്തങ്ങ, അത് ഇതൊക്കെ കൊത്തിക്കറച്ചിട്ട് കുറച്ച് സുന്നാമാക്കിയും ശർക്കരയൊക്കെ കൂടി കുത്തിക്കലക്കി കറുത്തൊരു വെള്ളമൊക്കെ കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ച് അയിമക്കേ വേലായുധം വൈശ്യര ദശമൂല ആരിഷ്ടം എന്ന് വലിയ ലേബിളൊക്കെ ഒട്ടിച്ച് അങ്ങനെ ഈ പാവപ്പെട്ട വയസ്സന്മാരെയും പെണ്ണുങ്ങളെയൊക്കെ പറ്റിക്കുന്ന ഒരു കമ്പനിയാണ് ഈ വൈദ്യന്മാര്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വൈദ്യരായിരുന്നു നമ്മളെ കുഞ്ഞാമിത്താത്താന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ മുപ്തിയാരെ സ്വന്തം ബാപ്പ. അപ്പോ മൂപ്പര് തൈലം കാച്ചിയിരുന്ന ഒരു പഴയ ഓടിന്റെ ഉരുളി വീട്ടിലുള്ള മൂളി എന്ന് പറഞ്ഞാൽ ഈ വെള്ളെടുത്തേക്കണേ പള്ളമ്മ വാലുള്ള ഒരു ജന്തുവിനെ കണ്ടിട്ടില്ല വീട്ടില്? കിണ്ടിയല്ലേ? എടാ, കിണ്ടി എന്നൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലേ പറയുള്ളൂ. ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ വന്ന് കിണ്ടി എന്ന് പറഞ്ഞാൽ തല്ല അപ്പം വരും പാർസലായിട്ട്. ഇവിടെയൊക്കെ കിണ്ടി എന്ന് പറഞ്ഞ സാധനം വേറെ കോഴിക്കോടൊക്കെ. മനസ്സിലായ? അപ്പോ വീട്ടിലുള്ള മൂളി, കോളാമ്പി, ചെമ്പ്, ഇങ്ങനെ അനവധി സാധനങ്ങൾ വിറ്റ് കറവുള്ള ഒരു ആടിനെ അതിന്റെ കുട്ടിനെയും വിറ്റ് കുഞ്ഞാമിത്താത്താന്റെ വാപ്പാന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ വല്യാപ്പ കണ്ടിരുന്ന പഴയ 2 ഉണങ്ങിയ മൂരിയുണ്ടായിരുന്നു തോത്തില്. അതായത് ചത്തുണങ്ങിയാ പിന്നെ കുഴിച്ചിടൂലേ? അതായത് ചോരയും നീരും ഒക്കെ വറ്റി ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന സാധനം. തിറുക്കളാമ്പി നല്ല പരിചയമാണ്. എത്ര പ്ലേറ്റാ ഒരു ദിവസം കയറ്റി കൂട്ടല്? മൂരി അങ്ങട്ട് എന്ന് പറയുമ്പോ പോത്ത് ഇങ്ങട്ട് എന്ന് പറയണ യാതി. ഇതിങ്ങനെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബാപ്പിയും മക്കളും കൂടി ഒരു സംഭാഷണം ഉണ്ട്. കേട്ടുക്കണേ? ഞാൻ എന്നോട് അവിടെ തന്നെ പറഞ്ഞിരിക്കണേ, ആ ചങ്ങാവിന്റെ അടുത്ത് നിന്ന് ഇറച്ചി വാങ്ങണ്ടാന്ന്, ഇത് കടിച്ചിട്ട് വലിച്ചിട്ട് പറ്റുള്ളത് പറഞ്ഞിട്ട് ഒരു സംഭാഷണം ഉണ്ട് വാപ്പി മക്കളായിട്ട്. കേട്ടിട്ടില്ലേ? അതാണ് തിറുക്കളാമ്പി എന്ന് പറഞ്ഞ സാധനം. ആ 2 ഉണങ്ങിയ മൂരികളെ വിറ്റ് എന്നിട്ടും പണം തികയാതെ വന്നപ്പോ കുഞ്ഞാമിത്താത്ത ചേക്കുട്ടിപ്പാപ്പ കുഞ്ഞിട്ട് 6 പൂവൻ കോയിനടക്കം വിറ്റുപോയി. എന്നിട്ട് പണം തേഞ്ഞില്ല. അങ്ങനെ കുഞ്ഞിപ്പോക്കിരാക്ക ചിന്തിച്ച ഒരു അന്തിമ തീരുമാനത്തിലെത്തി. എന്താണ് കുഞ്ഞിപ്പോക്കിരാക്കാന്റെ തീരുമാനം എന്നറിയാം? എന്താണ്? പറമ്പും പണയം വെച്ച് പണമൊക്കെ സ്വീകരിച്ച് പരിപാടി പോയിടാനായി മനസ്സുറച്ച്. പറമ്പും പണയം വെച്ച് പണമൊക്കെ ശേഖരിച്ച് പരിപാടി പോയിടാനായി മനസ്സുറച്ച് പോകും പാസ് വാങ്ങിടുന്നതിനായി പരിശ്രമിച്ച്. പുതുമാരൻ പറഞ്ഞുള്ള മൊഴി കേട്ട് പ്രിയത്തോടെ മണവിയും പറഞ്ഞങ്ങോട്ട് നിങ്ങൾ കരുതിയ കൊതി പോലെ നടക്കും മട്ടേ.
കുഞ്ഞാമിത്താത്തിയും കുഞ്ഞിപ്പോക്കിരിയാക്കിയും കൂടി താമസിക്കുന്ന പുരയിടം ആകെ കൂടി 10 സെന്റാണ്. അത് ഞങ്ങൾ അവിടെ ഉമ്മറാജിക്ക് പണയത്തിന് എഴുതി കൊടുത്ത് അയാള് കുറച്ച് പൈസ എല്ലാം കൊടുത്ത് കുഞ്ഞിപ്പോക്കിരാക്ക ഇന്ത്യൻ പാസ്പോർട്ടൊക്കെ എടുത്ത് അക്കരക്ക് NOCക്ക് അപേക്ഷ അയച്ചു. പല ആളുകളും NOCക്ക് അപേക്ഷിച്ചാൽ പല കോലത്തിലാണ് NOC വരവ്. ചിലവർക്ക് 2 മാസത്തിനുള്ളിൽ വരും, ചിലവർക്ക് 4 മാസം കഴിഞ്ഞിട്ട് വരും, ചിലവർക്ക് 6 മാസത്തിനകം വരും. ചില പാവങ്ങൾക്ക് NOC, അതായത് NOC തീരെ ഇല്ല. വിസ തട്ടിപ്പ് അറസ്റ്റിൽ നിന്നൊക്കെ കേട്ടില്ലേ ചിലപ്പോ പേപ്പറിൽ, മനസ്സിലായ അങ്ങനത്തെ തട്ടിപ്പിലൊക്കെ കുടുങ്ങിയിട്ട് വിസ തീരെ കിട്ടാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ കുഞ്ഞിപ്പോക്കിരാക്ക ആ കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവാനാണ്. കുഞ്ഞിപ്പോക്കിരാക്കാന്റെ ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടോ. കുഞ്ഞിപ്പോക്കരിൻ ഭാഗ്യമേ 6 മാസത്തിനകമേ, കുഞ്ഞിപ്പോക്കരിൻ ഭാഗ്യമേ 6 മാസത്തിനകമേ, അക്കരയ്ക്ക് പോകാൻ അനുമതി പറന്ന് വന്നേ. ക്ഷണമിൽ കുഞ്ഞിപ്പോക്കര അബുദാബി കഥ പോകുന്നേ. കുഞ്ഞിപ്പോക്കരിൻ ഭാഗ്യമേ 6 മാസത്തിനകമേ, അക്കരയ്ക്ക് പോകാൻ അനുമതി പറന്ന് വന്നേ. ക്ഷണമിൽ കുഞ്ഞിപ്പോക്കര അബുദാബി കഥ പോകുന്നേ. 6 മാസം കൊണ്ട് നമ്മളെ കുഞ്ഞിപ്പോക്കിരാക്ക NOC വന്നു. കുഞ്ഞിപ്പോക്കിരാക്ക ഒരു വെള്ളിയാഴ്ച ദിവസം എന്നെ വിളിക്കാൻ ആളയച്ചു. വേറെ ആരും ആ നാട്ടിലൊന്നുമില്ലേ? എടാ, നാട്ടില് വേറെ ആരും ഇല്ലാത്തോണ്ടല്ല, ഞാൻ അവിടെ ഒരു കാര്യപ്പെട്ട വ്യക്തിയാണ്. ഒരുവിധം സംഗതിയൊന്നും ജനങ്ങൾ എന്നെ കൂടാതെ അവിടെ കഴിച്ചു കൂട്ടൂല. അത് ശരി. ആ നിലക്കാണ് എന്നെ വിളിച്ച്. ഞാൻ ചെന്ന് എനിക്ക് കോഴി ബിരിയാണിയൊക്കെ തന്ന് കുഞ്ഞിപ്പോക്കിരാക്ക ക്ഷണിച്ച എല്ലാ ആളുകൾക്കും ചായ എല്ലാം കൊടുത്ത് ചായ സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിപ്പോക്കർക്ക് എല്ലാരും പിടിച്ചൊന്ന് കുലുക്കി. എന്താ കുഞ്ഞിപ്പോക്കർക്കാക്ക് പിരാന്തല്ലേ എല്ലാരും പിടിച്ച് കുലിക്കാൻ? പിരാന്തായിട്ടല്ല, മൂപ്പരൊരു ദീർഘയാത്രക്ക് ഒരുങ്ങുകയാണ്. വയസ്സുകാലാണ്. അടുത്ത അയലോകത്തുള്ള സുഹൃത്തുക്കളെയും പരിചയക്കാരെയൊക്കെ കണ്ട് അസ്സലാമു അലൈക്കും, ഞാൻ പോയി നിങ്ങളുടെ പേർക്ക് ദോരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊടിച്ച് കുലിക്കുക. എന്താ അതിന് അറബി പറയാം? മുസാഫ. എന്താണ് മുസാഫ? അത് നടത്തുകയാണ്. മനസ്സിലായി? അല്ല ഇജി വിചാരിച്ച പിടിച്ച് കുലുക്കലല്ല, മനസ്സിലായി? അങ്ങനെ കുഞ്ഞിപ്പോക്കിരാക്കാനെ ഞങ്ങള് കരിപ്പൂരിന്ന് പ്ലെയിൻ കയറ്റി ബോംബെ കൊണ്ടുപോയി. കാരണം വയസ്സുകാലല്ലേ, മൂപ്പർക്ക് ഒരു പരിചയ കമ്മി വരണ്ട എന്നുള്ള നിലക്ക് ഞങ്ങള് ബോംബെന്ന് മൂപ്പരെ പ്ലെയിൻ കയറ്റി അബുദാബിക്കാണ് വിട്ടത്. അബുദാബിയിൽ ചെന്ന് ഇറങ്ങി ഉടനെ ആ വിമാനത്താവളത്തിന്റെ വലത്തു ഭാഗത്തായിട്ടുള്ള ഒരു വെള്ള പൈപ്പ്. ഞാൻ അബുദാബിയിലൊന്നും പോയില്ലല്ലോ. ചേടാ, മനുഷ്യനാണെങ്കിൽ അബുദാബി പോണ്ടേ? ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച പോയപ്പോൾ അത് കണ്ട്. മനസ്സിലായി? കഴിഞ്ഞ ചൊവ്വാഴ്ച. പിന്നെന്താ ഇത്ര പെട്ടെന്ന് പോരാൻ? പെട്ടെന്ന് പോരാന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ അവിടുന്ന് പോന്ന. ക്ലൈമറ്റ് ഭയങ്കര ഹീറ്റ്. കാലാവസ്ഥ. അതിനാണ് ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ. മനസ്സിലായി? കാരണം 1 9 കൊല്ലം തോൽക്കാതെ പഠിച്ച വ്യക്തിയാണ്. അത്രക്കും ഡിഗ്രി ഉള്ള ആളാണ്. 10ാമത്തെ കൊല്ലം 2ാം ക്ലാസ്സൊക്കെ തെറ്റി പറഞ്ഞു വീണു. അതിൽ അധ്യാപകൻ പറഞ്ഞു അവിടെ കിടന്നോ. ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ അതെല്ലാം അറിയാം. അധ്യാപകൻ 2 നിന്നെ പഠിപ്പിച്ചതാരാണ്? ഒരു സീസർ അല്ലേ, ടീച്ചർ. അങ്ങനെ 2 ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞപ്പോ ഞാൻ മെല്ലെ ഒരു ദിവസം ടീച്ചറെ കാണാതെ ചാടി പോന്നാണ്. അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് മനസ്സിലായി. അപ്പോ മൂപ്പര് ഞങ്ങള് ആ വിമാനത്താവളത്തിന്റെ വലത്തു ഭാഗത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് പൈപ്പിന്റെ അടുത്ത് ചെന്നിട്ട് മൂപ്പര് കയ്യും മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ ക്ഷീണം തീർക്കാൻ വേണ്ടി അതിന്റെ അടുത്തായിട്ട് തന്നെ ആ ഒരു പച്ച പെയിന്റ് അടിച്ച ഒരു ചായപ്പീടി വിമാനത്താവളത്തിന്റെ പോയിട്ടില്ലല്ലേ. ആ ചായപ്പീടി കയറി കുഞ്ഞിപ്പോക്കിരാക്ക ഒരു പുട്ടും ചായയില്ല.